ഇന്ന് നമുക്ക് സ്വാതേറും ചെമ്മീൻ കടായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി കുറച്ചല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, ലേശം വിനാഗിരിയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ഈ മസാലയിലേക്ക് ലേശം ഫുഡ് കളർ ചേർത്ത് ഒന്നിളക്കിയെടുക്കാം. ഓപ്ഷണലാണേ, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചെമ്മീനെടുത്ത് മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം 15 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനും വെക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ആദ്യമായി ഒരു പാൻ എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനെടുത്ത് അതിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് മറ്റൊരടുപ്പിൽ കടായി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം 2 വലിയ സവാള അരിഞ്ഞത് വഴറ്റിയെടുക്കാം. വഴന്നു വരുന്ന സവാളയിലേക്ക് ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക് കീറിയത്, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം ഇവ 3 കൂടെ ചതച്ചത്, ലേശം കറിവേപ്പില, ആവശ്യത്തിന് ചപ്പ്. ഞാനിവിടെ നാടൻ ചപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വെള്ളവും ചേർത്ത് ഇവയെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ വറവിട്ടിട്ടുണ്ടായിരുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ കടായി കൂടുതൽ ടേസ്റ്റിയും ഓയിലിയും ആവുന്നതാണ്. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഇവയെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ മസാലയിലേക്ക് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ചെമ്മീനിലേക്ക് മസാല പിടിച്ചു എന്നുറപ്പായാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഈ ഒരു കടായി സേവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.